പ്രിയപ്പെട്ടവരെ, ഇത്തരം കമൻറ്റുകൾ എൻ്റെയിൽ മാറ്റമല്ല, പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇത്തരം കമൻറ്റുകൾ ഈ പറയുന്ന കമൻറ്റുകൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചെയ്യുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്താണെന്നറിയാം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നോക്കൂ, ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം, ഹൈദർ മധൂർ. കാരണം ഹൈദറിൻ്റെ വീഡിയോ ആണ് കുഞ്ഞാൻ്റെ നറുക്കെടുപ്പിൽ ഭയങ്കര വലിയൊരു വഴിത്തിരിവായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, കുഞ്ഞാൻ്റെ നറുക്കെടുപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ ഒരുവിധം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ അപ്ഡേറ്റിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം ഞാൻ ഏകദേശം ആ വണ്ടിയിലിരുന്നിട്ട് നാസർ മക്കീൻ്റെ മകൻ വീഡിയോ ഇട്ട സമയത്ത് തന്നെ പറഞ്ഞതാണ്. കാരണം വെച്ചാൽ 25 വർഷം മുന്നേ ഉമ്മാനെയും മകനെയും ഉമ്മാനെയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു വ്യക്തി, അത്രയും മനസ്സിൽ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി 25 വർഷങ്ങൾക്ക് ശേഷം അയാൾ അത്രയും ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്ന സമയത്ത് സ്വന്തം ജീവിതത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മകൻ, ഉമ്മണ്ട്, പിന്നെ മക്കളെയും ഭാര്യനെയൊക്കെ നോക്കണം. ആ ഒരു സിറ്റുവേഷനിൽ ആ ചങ്ങാതിനെ സഹായിക്കാൻ കാണിച്ചിട്ടുള്ള ഒരു മനസ്സ് ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് അത്. ഭയങ്കര ഒരു എന്താ പറയുക, ഇത്രയും വലിയൊരു നന്മ മരത്തിന് ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഇവൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൃത്യമായിരുന്നു. നമുക്ക് ആ വീഡിയോയിൽ ആ വിഷയത്തിലേക്ക് വരാം. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം പാണ്ടിക്കാട് കുഞ്ഞാൻ ഏകദേശം ഇതിൻ്റെ ഭാഗപാത്രമാണ്, ഇതിൻ്റെ ഭാഗമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഇതിൽ കംപ്ലീറ്റ് ഊടായ്പ നടന്നിരിക്കുന്നു എന്നുള്ളത് കുഞ്ഞാൻ ഇതിൽ ഭാഗമല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞാനുള്ള ഏക വഴി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാൻ ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്യല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല അല്ലേ. നമുക്ക് ആ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഈ ഒരു വീഡിയോ എന്താ കാണിക്കാൻ കാരണം, നിങ്ങളൊരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ അഭിപ്രായം എന്നുള്ള സംഗതി അത് എവിടെയാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും തുറന്നു പറയും, അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം എന്താ അറിയോ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഹൈദർ മധൂറിനെ ഒരുപാട് പ്രശംസിച്ച ആളാണ്. കാരണം എന്താ വെച്ചാൽ ഈ നറുക്കെടുപ്പിൽ ഒരുപാട് പേർക്ക് കാശ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ഈ ഹൈദർ മധൂറാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു കൊണ്ടുവന്ന് ആ ഒരു പെട്ടിയിൽ നിന്ന് എങ്ങനെ കാശെടുക്കുക എന്നൊക്കെ തുറന്ന് കാണിച്ചിട്ടുള്ളത്. ആ ഹൈദർ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളത്. വേറെ ആരുമല്ല അതിൻ്റെ പുറം. കാരണം ഹൈദറിന് ആ വീഡിയോ എന്നാണ് കൈയിട്ടെടുക്കുന്ന സമയത്ത് സ്റ്റിക്കറോ പശ ഒട്ടിക്കാതെ ഈ സാധനം എങ്ങനെ പോരാന്നുള്ളത് അവിടെ ആ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ, ഇപ്പോൾ ഹൈദർ ചെയ്ത വീഡിയോ നോക്കൂ. നിങ്ങളിതിൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഒരു കമൻ്റാണ് ഹൈദർ വായിക്കുന്നത്. നജീബ് സൗദി റിയാദ് എന്നാൾ എഴുതിയ കമൻ്റാണ്. അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ പോയി വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് തിന്ന് നായിൻ്റെ മോനെ എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ആ കമൻറ്റിനാണ് ഹൈദർ മധൂർ റിയാക്ട് ചെയ്തത്. നമുക്ക് ആശയപരമായിട്ട് ഒരുപാട് പേർക്ക് പല ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ ആശയപരമായിട്ട് എതിർപ്പുണ്ട്. ചില വ്യക്തികളെ നമുക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാന്ന് പറഞ്ഞ വ്യക്തിനെ വലിയൊരു താല്പര്യമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴാണ് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറിയോ? കുഞ്ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും സംഗതികൾക്ക് കുഞ്ഞാനെ പറയാതെ അവൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്ന സമയത്ത് ഞാൻ എല്ലാ സിറ്റുവേഷനിലും അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം കുഞ്ഞാൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല, കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ കണ്ട വീഡിയോ, ഹൈദർ മധൂർ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തിട്ടുള്ള വീഡിയോ വളരെയധികം മോശമായിപ്പോയി. വളരെയധികം മോശം എന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ഹൈദറിന് എതിരെ കേസ് കൊടുക്കാൻ പറ്റിയ വളരെ വാലിഡ് ഒരു പോയിൻ്റാണ്. കാരണം ഞാനിത് ഏകദേശം നമുക്കിത് കണ്ട സമയത്ത് തന്നെ മനസ്സിലാവും. പിന്നെ ലീഗൽ വശം കൂടി നോക്കുമ്പോൾ ഹൈദർ മധൂറിന് അകത്ത് കടക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വീട്ടിലുള്ള സ്ത്രീകളെ മാത്രമല്ല, വീട്ടിലുള്ളവരെ പറയാൻ എനിക്ക് മടിയാണ്. കാരണം എന്താ വെച്ചാൽ ആ പ്രായത്തിലുള്ളൊരു മോൾ എനിക്കുണ്ട്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മോളുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ. ഞാൻ ആ കുട്ടിയുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. എനിക്കിപ്പോൾ ആ കൂട്ടരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോളുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഓർമ്മ. ഇത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും എതിർപ്പായിരിക്കാം, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ല. കാരണം വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ വ്യക്തിനെ വെറുക്കുന്ന ആൾക്കാരാണ് നിങ്ങളിന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയണം. എനിക്കിവനെ കുഞ്ഞാനെയും പരിചയമില്ല, ഹൈദറിനെയും പരിചയമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലത്തെ ചെറ്റ വർത്തമാനം ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഇത്തരം കമൻറ്റുകൾ എൻ്റെയിൽ മാറ്റമല്ല, പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇത്തരം കമൻറ്റുകൾ ഈ പറയുന്ന കമൻറ്റുകൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചെയ്യുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്താണെന്നറിയോ, കുഞ്ഞാന് ഈ ബിസിനസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല.
കാരണം കുഞ്ഞാൻ ഓൾറെഡി തൻ്റെ ഫേസ്ബുക്ക് സൗദിയിൽ നിന്ന് വന്നിട്ട് ഫേസ്ബുക്കിലൂടെ പല തട്ടിപ്പുകാരെയും കൂട്ടുപിടിച്ചിട്ട് നടക്കുന്ന സമയത്ത് ഫേസ്ബുക്കും യൂട്യൂബൊന്നും റീച്ച് ആവാതെ നിൽക്കുന്ന സമയത്ത് ഈ പണി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവന് ഈ റീച്ച് ഉണ്ടാക്കിയതും ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നതും. അതല്ലാതെ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറായോ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്ററായോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു തേങ്ങാണ്ടിയും മാങ്ങാണ്ടിയും ഇവൻ ചെയ്തിട്ടൊന്നല്ല ഇവൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളതിനെ കൂടി ഇവൻ ട്രെയിനിങ്ങിൽ ഇറക്കിയിട്ടുണ്ട്. ഓരോ ആളുകളും ഓരോ പേജുകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഈ ബിസിനസ് അവനെ പഠിപ്പിക്കേണ്ടതില്ല, അവനത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ കുഞ്ഞാനെ എതിർത്തിട്ടുള്ളൂ. എനിക്ക് കുഞ്ഞാനെ പരിചയമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ കുഞ്ഞാനെ ഈ ലോട്ടറി വിഷയത്തിലും പല വിഷയങ്ങളും കുഞ്ഞാനെ എതിർക്കുന്നു. പക്ഷേ ഈ കേസിൽ കുഞ്ഞാൻ ഇവനെതിരെ കേസ് കൊടുക്കണം. കാരണം എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. കാരണം ഇതുപോലത്തെ വർത്തമാനം പറയുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. കാരണം വീട്ടിലുള്ള ആൾക്കാരെ ഇവൻ അവസാനം പറഞ്ഞ ഡയലോഗ് അറിയോ, അതായത് വീട്ടിലുള്ള മറ്റേ ആൾക്കാരെയും ട്രെയിനിങ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടീനെ വരെ ഇതിൽ പെടും. എന്ത് ധൈര്യമുണ്ട് ഈ വർത്തമാനം പറയാൻ. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. മക്കളെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെങ്കിലും മക്കളെ പറഞ്ഞുണ്ടല്ലോ, അതിന് വേറെ വർത്തമാനമല്ലേ. മാങ്ങാണ്ടിയും ഇവൻ ചെയ്തിട്ടൊന്നല്ല ഇവൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളതിനെ കൂടി ഇവൻ ട്രെയിനിങ്ങിൽ ഇറക്കിയിട്ടുണ്ട്. ഓരോ ആളുകളും ഓരോ പേജുകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൈദറെ, നിനക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞാനോട് എന്താ അവനെപ്പോലുള്ള പ്രശ്നം നിൽക്കാറില്ലേ, വല്ല പ്രശ്നങ്ങളും വളരെ സീരിയസ് ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കുടുംബത്തിനുള്ള കുട്ടികളെ വരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഇവനെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കില്ലേ, നിങ്ങളിപ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് ആർക്കും, ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കും, കുഞ്ഞാൻ്റെ ടോപ്പിക്ക് കാണുന്ന 99.9% ആൾക്കാർക്കും ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞാനോട് ദേഷ്യമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ സംഗതിയോട് ഒരു തുള്ളി പോലും, ഒരു തരി പോലും യോജിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് വളരെ മോശമായിപ്പോയി. കാരണം വെച്ചാൽ ഇത്ര ദിവസം ഹൈദർ മധൂർ എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെ കംപ്ലീറ്റ് എന്താ പറയുക, വെള്ളമൊഴിച്ച് അതിന് കംപ്ലീറ്റ്, കാരണം മണ്ണ് വാരിയുടെ എന്ത് ഭാഷ ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല, പറയാനറിയേണ്ടല്ല. പക്ഷെ ഇതുവരെ ചെയ്ത സംഗതികളെ കംപ്ലീറ്റ് കൊളാക്കി. എന്നുവെച്ചാൽ ഉള്ളിലുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള, നിങ്ങളിപ്പോൾ നന്മ ചെയ്യാൻ ഇപ്പോൾ 1000 രൂപ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ള കണ്ടീഷനിലാണ് പോണത്. കാരണം ഇതിൽ വീഡിയോ ചെയ്യുന്നത് കുറച്ച് 3 ടൈപ്പ് ആൾക്കാർ അതിൽ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികൾ, കാരണം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് എടുത്ത് സംസാരിക്കുന്ന ആൾക്കാർ. രണ്ടാമത് ഇതിൻ്റെ പുറകെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെ ഇതിൻ്റെ ബാക്കിൽ എന്ത് നടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ചില വ്യക്തികൾ. മൂന്നാമത് ഇതിൻ്റെ കൂടെ കുഞ്ഞാനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജും പഴയ പകയും വെച്ച് പുലർത്തിയിട്ട് ബാക്കിയുള്ള കൂടി ഗോളടിക്കുന്ന ആൾക്കാർ. ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് ഹൈദർ മധൂർ പെടുന്നത്. എനിക്ക് ഈ ചങ്ങാതിൻ്റെ വീഡിയോസ് കണ്ട സമയത്തൊക്കെ, ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, പക്ഷെ കണ്ട സമയത്ത് എനിക്ക് ഇവനോട് ചെറിയൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ റെസ്പെക്റ്റ് കംപ്ലീറ്റ് പോയി എന്ന് മാത്രമല്ല, ഇത് വളരെ മോശമായി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്നല്ല പറയുക, ഗുരുതരമായിട്ടുള്ള ഒരു ചെറ്റത്തരാണ് പറ്റിയിരിക്കുന്നത്. ചെറ്റത്തരം. വീട്ടിലുള്ള ആൾക്കാരെ പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. അത് പറയാം, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പണി നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയിൽ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും പബ്ലിക്കായിട്ട് സ്ത്രീകളെയും വീട്ടിലുള്ളവരെന്ന് പറയുമ്പോൾ, ഞാൻ അതാ വീണ്ടും പറയുന്നത്, വീട്ടിലുള്ളതെന്ന് പറയുമ്പോൾ അതിൽ എനിക്കത് പറയാൻ വയ്യ. കാരണം ആ പ്രായത്തിലുള്ള ഒന്ന് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടതെന്നുള്ള കുഞ്ഞാനെ തീരുമാനിക്കാം. ഇത് ഞാൻ പറയണ സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഹൈദറിൻ്റെ ഫാൻസ് വരാം, എന്നെ തെറി വിളിക്കാം, കുഞ്ഞാനെ എതിർക്കുന്നവർ വരാം, എന്നെ തെറി വിളിക്കാം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളായിട്ട് കാണിച്ചോളൂ. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. ഈ ഒരു കേസിൽ ഇതിൽ യാതൊരു വിധ ഇത് എന്നോട് എത്ര പേര് യോജിക്കുന്നു എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു അഭിപ്രായമായിരിക്കാം. ലോട്ടറി നറുക്കെടുപ്പ് കംപ്ലീറ്റ് ഉടായിപ്പ് തന്നെയാണ്. വളരെ ക്ലിയറായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ സായിൻ്റെ വീഡിയോ, ഇന്നലെ ഉച്ചയ്ക്ക് ന്യൂസ് ഹാക്കർ ജംഷീദിൻ്റെ വീഡിയോ, രാത്രി സായിൻ്റെ വീഡിയോ, ഇന്നിപ്പോൾ ജംഷീദിൻ്റെ വീണ്ടും ക്ലാരിഫിക്കേഷൻ വീഡിയോ, ടൈം മിസ്മാച്ച്, UPI പ്രശ്നങ്ങൾ ആകെ കൊളാണ്. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഈ ടിക്കറ്റ് ഐറ്റങ്ങൾ എടുക്കുന്നത്, ഞാനാണ് ഫസ്റ്റ് കേസിൽ വീഡിയോ ചെയ്ത്, ഈ വിറ്റങ്ങൾ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ ഇതിനുള്ളതൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇത് പണ്ടെടുത്ത ടിക്കറ്റ് അല്ല എന്നുള്ളതും, ഇത് പിന്നെ അല്ലാന്നുള്ളത് അറിയാം. പിന്നെ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കുന്ന കാര്യമുള്ളൂ, ഇതിപ്പോൾ കൊണ്ടുവന്ന ടിക്കറ്റ് നമ്മളെങ്ങനെ അറിഞ്ഞു? കാരണം 13,000 രൂപ കൊടുത്തതിനുള്ള തെളിവ്. അത് എന്ത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ല നമ്മളെ വിഷയം. ആ വിഷയം ഒരുവിധം എല്ലാവരും സംസാരിച്ചിട്ട് ഇതിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ദിസ് ഇസ് ദി ഏറ്റവും മോസ്റ്റ് ചെറ്റത്തരം. ഈ ഒരു വിഷയം, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഈ ഒരു വിഷയത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വളരെ മോശമായിട്ടുള്ള ചെറ്റത്തരമായിട്ട് ഹൈദർ മധൂറെ നിങ്ങൾ സംസാരിച്ചത് വളരെ മോശമായിപ്പോയി.
വളരെ 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 ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. എനിക്ക് അറിയില്ല അത് എങ്ങോട്ടാ ഇത് അവസാനിക്കാന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത് കാണാതിരിക്കില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേസായിട്ട് തന്നെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെച്ച്, കാരണം ഇത് നാളെ വേറെ ആരുടെയും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിലുള്ളവരെ പറയും. നമ്മളൊന്നും വീട്ടിലിരിക്കുന്നവരെ ഒരു തെറ്റും ചെയ്യാത്ത വീട്ടിലുള്ള ആൾക്കാരെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ അത് ശരിയല്ല. ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വൈഫിന് ഞാൻ ആ ചായപ്പൊടി വിഷയത്തിൽ, പഴയ ചായപ്പൊടി വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തതാണ്. ഞാനത് വളരെ ഡീസൻ്റായിട്ട് എൻ്റെ മാന്യമായ രീതിയിൽ എൻ്റെ ലിമിറ്റ്സിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ. അങ്ങനെയാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. കുഞ്ഞാനെ വിമർശിക്കുന്നവർ കുഞ്ഞാനെ വിമർശിക്കുക, അല്ലെങ്കിൽ വേറൊരു വ്യക്തിനെ വിമർശിക്കാൻ. ഇപ്പോൾ ഹൈദർ മധൂറിനെ ഇവനെ വിമർശിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ ഇവൻ എങ്ങനെ എടുക്കും? ജസ്റ്റ് അതൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് പറയാൻ ആരുമില്ല, നമ്മൾ കുഞ്ഞാൻ്റെ സൈഡുമില്ല, ഒക്കെ ആ ചങ്ങായിനോട്ട് അറിയില്ല. ഞാൻ ഇന്നും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ടിൽ ദ ടൈം അവൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് ചെയ്തു എന്ന് ഇപ്പോൾ പോലും അവൻ്റെ വൈഫിൻ്റെ വോയിസിനെ കേട്ടാണല്ലോ, ഇപ്പോൾ പോലും അവൻ്റെ വോയിസും ഈ പറഞ്ഞ നടപടികളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് പോയിട്ട് കാട്ടിക്കൂട്ടിയുള്ള സംഭവങ്ങളും ന്യായീകരണങ്ങളും കണ്ടാൽ ഇപ്പോഴും തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാണ്. കുഞ്ഞാനും ബാക്കിയുള്ള ടീമിൻ്റെ ഭാഗത്ത് തന്നെയാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ അഭിപ്രായം. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും. എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ദയവ് ചെയ്ത് വീട്ടിലുള്ളവരെ പറയാതിരിക്കുക. വീട്ടിലുള്ളവരാരും സഹിക്കില്ല. ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാരെ പറയുകയാണെന്നുണ്ടെങ്കിലും അവരും സഹിക്കില്ല. സഹിക്കുന്നവൻ അത്രയും വലിയ ആയിരിക്കും. അത്രേ ഉള്ളൂ. ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. പക്ഷേ ഈ ഒരു കേസിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, കുഞ്ഞാൻ ഇത്രയധികം എതിർപ്പുണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് ഞാൻ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും, അല്ലേ? നമ്മളെ മനസാക്ഷിയോട് തന്നെ ഏറ്റവും വലിയ. കാരണം ഞാനിത് കണ്ട സമയത്ത് ഞെട്ടിപ്പോയി. ഞാൻ ഇവൻ ആദ്യത്തെ വീഡിയോ തുടങ്ങേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എന്താ നല്ലതിന് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നന്നായി. എനിക്ക് ആ കമൻറ്റ് അത് ശരിയല്ല. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.